കേരളത്തിലെ ഏറ്റവും കുറവ് ഹേറ്റേഴ്സ് ഉള്ള സെലിബ്രിറ്റികളിൽ ഒരാളാണ് പേർലി മണി. എപ്പോഴും ചിരി, പോസിറ്റീവ് വൈബ്, കുടുംബം, അതാണ് ആളുകൾ കണ്ട പേർലി മണി. പക്ഷേ ഇതേ പേർലി മണിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ശേഷം ഇത്രയും വലിയ വിമർശനം എന്തുകൊണ്ട് വന്നു? എന്താണ് ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്രയും വർഷം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന പേർലിക്ക് വലിയ വിവാദങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവർ പങ്കുവച്ച ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയെ രണ്ടായി വിഭജിച്ചു. കേരളത്തിലെ ജനപ്രിയമായ ആങ്കറും അവതാരികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. ഡി4ഡേയ്സ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ പേർലി പിന്നീട് അവതാരികയും നടിയും യൂട്യൂബറുമായി മാറി. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായതോടെ അവരുടെ ജനപ്രീതി കൂടുതൽ ഉയർന്നു. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ പേർലിയെ ഫോളോ ചെയ്യുന്നു. കുടുംബയാത്ര, ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, പോസിറ്റീവ് കണ്ടന്റുകൾ എന്നിവയാണ് പേർലി കൂടുതലായി പങ്കുവെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾ അധികം പേര് കേൾക്കാത്ത ഒരു സെലിബ്രിറ്റിയായിരുന്നു പേർലി. എന്നാൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ശേഷം കാര്യങ്ങൾ മാറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥി പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു. ഈ സമയത്താണ് പേർലി മണി തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചത്. അതിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചും സമാധാനപരമായ പ്രതിഷേധത്തെക്കുറിച്ചും ജീവൻ നഷ്ടപ്പെടുത്തരുതെന്ന ആശങ്കയെക്കുറിച്ചുമാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ പോസ്റ്റ് എല്ലാവരും ഒരേ രീതിയിൽ സ്വീകരിച്ചില്ല. ചിലർ പേർലിയുടെ സന്ദേശം സമാധാനത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ പ്രതിഷേധത്തിന്റെ യഥാർത്ഥ പ്രശ്നത്തെ അവഗണിച്ചു എന്നായിരുന്നു വിമർശിച്ചത്. അതിനുശേഷം കമന്റ് സെക്ഷൻ മുഴുവനായി ചർച്ചയായി. പിന്തുണച്ചവരുമുണ്ടായിരുന്നു, ശക്തമായി വിമർശിച്ചവരുമുണ്ടായിരുന്നു. ആ പോസ്റ്റിന് പിന്നാലെ വന്ന എല്ലാ കമന്റുകളും പേർലി ഡിലീറ്റ് ചെയ്തു, അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിനു പിന്നാലെ പേർലി എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വീഡിയോയുമായി രംഗത്തെത്തി. അതിലെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? പേർലി മണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്റെ പോലെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിങ്ങിന് ഇരിക്കുന്നു. ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേർലിമണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേർലിമണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേർലിമണി ചേച്ചിയുടെ. അപ്പോൾ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ. ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാലി ചവിട്ടാന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്, ലൈക്ക് പേർലി ഡോണ്ട് ടേക്ക് ഇൻ ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിന്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു. ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാണെന്നുള്ള രീതിയിൽ അത് ഇട്ടപാടെ തന്നെ ആ വ്യക്തിനെ പേർലി മണി അല്ലെങ്കിൽ പേർലി മണിയുടെ ടീം എന്താ പറയുക, ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിൻ്റെ ഇടയിൽ ഫുള്ള് ലൈക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നെഗറ്റീവ് കമന്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പേർലി മണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, പേർലി മണി എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, പേർലി മണി ഓക്കെ, പൊളിറ്റിക്സിനെ പറ്റി ആ പോസ്റ്റ് എന്തിനാ ഇട്ടെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. 2, ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു. അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ. അപ്പോൾ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്സ് ഇല്ല എന്നാണോ പേർലി മണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പേർലി മണി ആ പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പേർലി മണി എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം പുള്ളിക്കാരുടെ ഫാൻ പേജസും അല്ലാത്ത പേജസും എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നതാണ്. പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. പേർലിയുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, നെഗറ്റീവ് കമന്റ്സ് ഒന്നും തന്നെ ഉണ്ടാകാറില്ല, എല്ലാം പോസിറ്റീവ് കമന്റുകൾ. പേർലി പല ഷോകളിലും പറയാറുണ്ട്, എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഉണ്ടാകാറില്ല, എല്ലാം പോസിറ്റീവ് കമന്റുകൾ മാത്രം. നെഗറ്റീവ് കമന്റുകൾ പേർലി ഡിലീറ്റ് ആക്കുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് പിന്നാലെ പേർലിക്ക് 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് കുറയുകയും ചെയ്തു.